കുരുമുളക് വിളവെടുക്കുന്ന സമയമായിട്ടുണ്ടല്ലേ. ഈ വിളവെടുക്കുന്ന കുരുമുളക് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണക്കി സൂക്ഷിക്കുന്നതെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെന്നും കാണാം. കാണുമ്പോൾ തോന്നും ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന്, പക്ഷേ അല്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി, ട്രൈ ചെയ്ത് നോക്കി. എല്ലാവരും കുറേ ട്രാവൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ലൈഫിലേക്ക് കുറേ മൊമെൻറ്റ്സ് എടുത്ത് സോഷ്യൽ മീഡിയാസിലിട്ട് ലൈക്ക് ഷെയർ അതിലൊക്കെ ഡോപ്പമിൻ റഷ് കണ്ടെത്തുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു ഡോപ്പമിൻ റഷ് സാധ്യമാകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ വീട്ടിലെ കുരുമുളക് വള്ളിയിലെ കുരുമുളകെല്ലാം പഴുത്ത് പക്ഷികൾ തിന്നാൻ തുടങ്ങിയപ്പോഴാണ് അത് പറിക്കാനുള്ളൊരു മുഹൂർത്തം എനിക്കായത്. അതുകൊണ്ട് തന്നെ കുരുമുളക് മൂത്ത് പാകമായിനോ വിളഞ്ഞിനോ എന്നുള്ള സംശയമൊന്നും തോന്നേണ്ടിയിരുന്നില്ല. നല്ല പഴുത്ത് വിളഞ്ഞ കുരുമുളക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പറിച്ചിട്ട് കാണുമ്പോൾ കുറേ ഉണ്ടല്ലോ, പക്ഷെ ഇത് ഉണങ്ങി വരുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഇത് നന്നായി കായ് പിടിച്ച 3 വള്ളിയിലെ കുരുമുളകാണ്. ഇതിൽ നന്നായിട്ട് പഴുത്ത കുറേ കുരുമുളകുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ല എരിവുള്ള കുരുമുളക് പൊടി ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ മാറ്റി വെച്ച ചുവന്ന പഴുത്ത കുരുമുളക് എടുത്തിട്ട് പെട്ടെന്ന് വൈറ്റ് പേപ്പറും തയ്യാറാക്കാവുന്നതാണ്. ഓരോ കുരുമുളകും കൈവച്ച് ഇങ്ങനെ അടർത്തി മാറ്റിയിട്ട് പേപ്പർ ഉണ്ടാക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ചവിട്ടിയായിട്ടാണ് കുരുമുളക് മണികൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചവിട്ടി അത് സെപ്പറേറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. ഈ കാണിക്കുന്നത് പോലെയാണ് ഇത് ചവിട്ടി ഓരോ കുരുമുളക് മണീനെയും സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത്. ഇതറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു സെയിം സംഭവത്തിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ടുള്ളത് വൈറ്റ് പേപ്പറും ഇത് സ്കിന്നോടുകൂടിയുള്ളത് ബ്ലാക്ക് പേപ്പറും ആണ്. വൈറ്റ് പേപ്പറിന് ബ്ലാക്ക് പേപ്പറിനെ അപേക്ഷിച്ചിട്ട് കുറേ റേറ്റ് കൂടുതലാണ്. അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കുറച്ച് പ്രോസസ്സിന് ശേഷമാണല്ലോ അത് റെഡിയാക്കി എടുക്കുന്നത്. ഈ കുരുകളതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ചവിട്ടിയപ്പോൾ അതിലെ മണികളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം കുരുമുളകും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ബാക്കി തണ്ടിലുള്ളതിനെയൊക്കെ മാറ്റി വെച്ച് അതിനെ പിന്നെയും ചവിട്ടിയിട്ട് അതിലുള്ള ബാക്കി അവശേഷിക്കുന്ന കുരുമുളകിനെയും കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ കുരുമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ടെടുത്തിട്ട് ഉണക്കിയിട്ട് വിൽക്കുന്നവരും ഉണക്കി സൂക്ഷിക്കുന്നവരും ഉണ്ട്. പക്ഷേങ്കിൽ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും കുറേ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല. നോർമലി അത് പച്ചയായിട്ട് തന്നെയാണ് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റേ അങ്ങനെ ചെയ്താൽ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാത്തിലും അങ്ങനെ ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെയൊന്നും അങ്ങനെയല്ല ചെയ്യാറ്. സോ ഞാൻ അതങ്ങനെ പുഴുങ്ങിയെടുക്കുന്നോ ചൂടുവെള്ളത്തിലിട്ടെടുക്കുന്നൊന്നുമില്ല. ഇത് പെസ്റ്റിസൈഡൊന്നും അടിക്കാതെ നാച്ചുറലായിട്ട് ഉണ്ടായ കുരുമുളകാണ്. അതുപോലെ ഇത് നല്ല മണ്ണൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫേസിൽ നിന്നാണ് ഇത് കുരുമുളക് മണികൾ ചവിട്ടി സെപ്പറേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഉണക്കാനിടാമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിതിനെ അവിടെ തന്നെ വെച്ചിട്ട് ഒരു കല്യാണമൊക്കെ കൂടി 2 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പം അതിൽ ചെറുതായിട്ടൊരു പൂപ്പലൊക്കെ വരാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് വാഷ് ചെയ്തിട്ടാണ് പിന്നെ ഉണക്കാനിട്ടത്. കാലും കൈയൊക്കെ നന്നായിട്ട് കറ പിടിക്കും. പക്ഷേ അത് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഓപ്പൺ ടെറസിലൊക്കെയാണ് ഉണങ്ങാനിടുന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറാക്കിയിട്ട് ഉണങ്ങാനിടുമ്പോൾ ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടിയാൽ ഒരു 3 ദിവസം കൊണ്ടൊക്കെ ഇത് റെഡിയായി കിട്ടും. ഞാനിത് 2 ദിവസം ഉണക്കാതെ വെച്ചതുകൊണ്ട് പഴുത്ത കുരുമുളകിൻ്റെയൊക്കെ തൊലിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഇതിൽ നിറയും തൊലികൾ ഇങ്ങനെ വേറെ ആയി കിടക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കഴുകിയെടുക്കുന്ന സമയത്ത് പഴുത്ത കുരുമുളകിൻ്റെ തൊലിയൊക്കെ പോയിട്ട് ഈ ഉണക്കാനിട്ടതിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ആ തൊലികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറം കൊണ്ട് പാറ്റിക്കളയാൻ നോക്കിയെങ്കിലും അത് പാറിയില്ല. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലിട്ട് സൂക്ഷിക്കുകയേ വേണ്ടൂ. 1, 2, 3 വർഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. വൈറ്റ് പേപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, കണ്ടു നോക്കിയാൽ മതി. അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും വൈറ്റ് പേപ്പറൊക്കെ ഉണ്ടാക്കാൻ നേരം കണ്ടു നോക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകേണ്ട. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വീണ്ടും കാണാം.